ശ്രീ ഉല്ലാസ് കോവൂർ MLA, സംഘത്തിൻ്റെ ഭരണസമിതി അംഗങ്ങളായ വൈസ് പ്രസിഡൻ്റായ ശ്രീമതി ശോഭന, ശ്രീ പ്രസന്നകുമാർ, ശ്രീമതി സരസ്വതി അമ്മ, ശ്രീ രാജേന്ദ്രൻ, ശ്രീ ബിജു, സെക്രട്ടറി ശ്രീ ബിനുകുമാർ, ഇന്ന് ഇവിടെ നിന്ന് റിട്ടയർ ചെയ്യുന്ന നമ്മുടെ പ്രൊക്യൂർമെൻ്റ് അസിസ്റ്റൻ്റ് ശ്രീ വേണുകുറുപ്പ്, മറ്റ് ജീവനക്കാർ, അതിലൊക്കെ ഉപരി ഈ സ്ഥാപനത്തിൻ്റെ നട്ടെല്ലായ എൻ്റെ പ്രിയപ്പെട്ട ക്ഷീര കർഷക സുഹൃത്തുക്കളെ, സഹകാരികളെ, നിറഞ്ഞ സന്തോഷത്തോടും അതിലേറെ ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് ഈ മാസം 31 നാളെ ക്ഷീരദിനം ലോകമൊട്ടാകെ ആചരിക്കുമ്പോൾ, നാളെ സ്കൂൾ തുറപ്പായതുകൊണ്ട് കുട്ടികളെയും രക്ഷകർത്താക്കളെയും കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത്. നിങ്ങൾക്കറിയാം, ആനേടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തെക്കുറിച്ച് പ്രിയപ്പെട്ട ശ്രീ ഉല്ലാസ് കോവൂർ MLAക്ക് കൂടുതൽ അറിയില്ല എങ്കിലും ഞാനിതിൻ്റെ പ്രസിഡൻ്റായിട്ട് 36 വർഷങ്ങളാവുകയാണ്. 1990 ഞാനിതിൻ്റെ പ്രസിഡൻ്റായതാണ്. വളരെ നിർണായകമായ ഒരുപാട് സമരങ്ങളിലൂടെ, ഒരുപാട് കേസുകളിലൂടെ, കാലാകാലങ്ങളിൽ മാറി വന്ന ഗവൺമെൻറ്റുകൾ നമ്മളെ ദ്രോഹിച്ചിട്ടുള്ളത് എത്രയെന്ന് പറയാമല്ലോ. നായനാർ ഗവൺമെൻറ് ഉള്ളപ്പോൾ അന്ന് മന്ത്രിയായിരുന്ന ശ്രീ ചന്ദ്രശേഖരൻ നായർ എന്നെ ഞാനന്ന് മിൽമയുടെ ബോർഡ് മെമ്പറാണ്, തിരിച്ചുവിട്ടതാണ്. ഞാൻ നിയമയുദ്ധത്തിലൂടെ തിരിച്ചു വന്നാണ് ഇതിൻ്റെ വീണ്ടും പ്രസിഡൻ്റായത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തി ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥാപനമാണ്. എനിക്ക് ഏകദേശം 10-25 വർഷക്കാലം സംസ്ഥാന മിൽമയുടെ ഡയറക്ടറായി ലോകം മുഴുവൻ കറങ്ങി നടന്ന് കാണാനുള്ള അവസരം ഉണ്ടാക്കിയത് ഈ സൊസൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ സൊസൈറ്റിയെ, കർഷകരെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് എൻ്റെ ഭരണസമിതിയും പ്രിയപ്പെട്ട ജീവനക്കാരും പോകുന്നത്. വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയും, ശ്രീ ഉല്ലാസ് കോവൂർ MLA മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഒരു മിൽക്ക് സൊസൈറ്റി ഇന്ന് രാവിലെ ഇങ്ങനെയൊരു മീറ്റിംഗ് വിളിച്ചാൽ ഇത്രയും ഇരിക്കുന്നതെല്ലാം ക്ഷീരകർഷകരാണ്, അല്ലാതെ രാഷ്ട്രീയക്കാരല്ല. ഇത്രയും ആളുകളെ കൂട്ടാൻ ആർക്കും കഴിയില്ല എന്നുള്ളത് കേരളത്തിലെ 3500ഓളം വരുന്ന ക്ഷീരസംഘങ്ങളിലെല്ലാം യാത്ര ചെയ്തിട്ടുള്ള ഒരു ആളെന്ന രീതിയിൽ എനിക്ക് അഭിമാന പുരസ്സരം കഴിയാൻ. നേരം വെളുക്കുമ്പോൾ തന്നെ ഇത്രയും പേർ വരുന്നു. 5:30 ഇവിടെ കളക്ഷൻ തുടങ്ങുന്നു. 1500 ലിറ്റർ പാൽ കളക്ട് ചെയ്യും. ബഹുമാന്യായ മന്ത്രിയുമായി കഴിഞ്ഞ ദിവസം രാത്രിയിൽ എന്നെ വിളിപ്പിച്ച് ഞങ്ങൾ കൊല്ലത്ത് ചർച്ച ചെയ്തു. അപ്പോൾ ഈ മേഖലയിലെ വിഷയങ്ങളെക്കുറിച്ച് സജീവമായി ഇടപെടണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അപ്പോൾ 1500 ലിറ്റർ പാലുണ്ട് എന്ന് പറയുമ്പോൾ ഈ താലൂക്കിൽ തന്നെ അത് വലിയ കാര്യമാണ്. നമ്മുടെ ഈ പഞ്ചായത്തിൽ